തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നു. ടെക്നോ പാർക്ക് ഫേസ് 1-ലെ ടാറ്റ എലക്സിയിലാണ് തീപിടുത്തമുണ്ടായത്. വിവരങ്ങളുമായി അവിടെ നിന്ന് വി വിനോദ് ചേരുന്നു. വിനോദ്, വലിയ തീപിടുത്തമാണോ? ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? രേണുക, ടാറ്റ എലക്സിയിലാണ് ഇപ്പോൾ ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ വെൽഡിംഗ് ജോലികൾ നടക്കുകയായിരുന്നു. ഇതിനിടയിൽ സ്പാർക്ക് ഉണ്ടാകുകയും ഈ ഇലക്ട്രിക്കൽ റൂമാണ്. അവിടെ സമീപത്ത് തന്നെ പെയിന്റും ടിന്നറും സൂക്ഷിച്ചിരുന്നു. ഈ ടിന്നറിലേക്ക് തീപ്പൊരി ചിതറിയാണ് തീപിടുത്തമുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. ടാറ്റ ഇത് നെയ്യാർ എന്ന ബിൽഡിംഗ് ആണ്. ഇതിലാണ് ടാറ്റ എലക്സിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. മുഴുവൻ ജീവനക്കാരെയും ഇപ്പോൾ ഒഴിപ്പിച്ചിട്ടുണ്ട്. ചാക്കയിൽ നിന്നുള്ള ഫയർ യൂണിറ്റ്, അതോടൊപ്പം തന്നെ ചെങ്കൽശൂളയിൽ നിന്നുള്ള ഫയർ യൂണിറ്റ്, അങ്ങനെ 2 സ്റ്റേഷനുകളിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. തീ നിയന്ത്രണ വിധേയമാണ്. പക്ഷേ ഇപ്പോഴും കെട്ടിടത്തിൽ നിന്ന് പുക ഉയരുന്നുണ്ട്. കടുത്ത പുകയാണ് ഈ പ്രദേശമാകെ ഇപ്പോൾ നിറയുന്നത്. കെട്ടിടത്തിനുള്ളിൽ നിന്ന് പുക ഉയരുന്നുണ്ട്. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവൃത്തികളാണ് ഇപ്പോൾ അഗ്നിശമന സേനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ടെക്നോ പാർക്കിന്റെ ഫസ്റ്റ് ഫേസാണ്, പ്രധാന കെട്ടിടങ്ങൾ ഉള്ള ടെക്നോ പാർക്കിന്റെ പ്രധാന ഇടമാണ്. അവിടെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്. ഏതാണ്ട് ഒരു 20 മിനിറ്റ് മുൻപായിരുന്നു ഈ തീപിടുത്തം ഉണ്ടായത്. തൊഴിലാളികൾ ഉൾപ്പെടെ ഉള്ളവർ ഇതിനകത്തുണ്ടായിരുന്നു. ഈ സമയം മുകളിലത്തെ നിലയിൽ ജീവനക്കാരുണ്ടായിരുന്നു. ജീവനക്കാരെ മുഴുവൻ ഇപ്പോൾ കെട്ടിടത്തിൽ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട്. രേണുക, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. തീ അണയ്ക്കാനുള്ള ശ്രമം നടക്കുന്നു. പുക ഉയരുന്നുണ്ട് അവിടെ നിന്ന് ഇപ്പോഴും എന്ന് വിനോദ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്തായാലും ജീവനക്കാരെയൊക്കെ ഒഴിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ പണി നടക്കുന്നതിനിടയിൽ തന്നെയാണ് ഇത്തരമൊരു സ്പാർക്ക് ഉണ്ടാവുകയും അത് തീപിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. ആളുകളൊക്കെ മാറി നിൽക്കുന്നത് നമുക്ക് കാണാം. അവിടെ നിന്ന് എല്ലാവരെയും ഒഴിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് വിവരം.